സ്കൂൾ പ്രവേശനോത്സവത്തിൽ പ്രതീക്ഷയോടെ കുരുന്നുകളെത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ ആദ്യാക്ഷരം തേടി കുരുന്നുകളെത്തി. പുത്തനുടുപ്പിൻ്റെ മേന്മയും സന്തോഷത്തിൻ്റെ പ്രസരിപ്പും സങ്കടത്തിൻ്റെ ഭാവങ്ങളും രക്ഷിതാക്കളുടെ കരുതലും അധ്യാപകരുടെ സ്നേഹവായ്പും ഏറ്റുവാങ്ങി ലക്ഷക്കണക്കിന് കുരുന്നുകളാണ് ആദ്യ ദിനത്തിൽ വിദ്യാലയങ്ങളിൽ എത്തിയത്. ബലൂണും കുടയും ബാഗും നൽകിയാണ് കുട്ടികളെ സ്കൂൾ അധികൃതർ വരവേറ്റത്. പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും PTA കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും ടീച്ചർമാരും മുതിർന്ന കുട്ടികളും ചേർന്ന് പ്രവേശനോത്സവം ആർഭാടമാക്കി. മധുരം നൽകിയും പായസം വിതരണം ചെയ്തുമാണ് സ്കൂൾ അധികൃതർ സന്തോഷം പങ്കുവച്ചത്. അങ്കണവാടിയിലെ കളിചിരികൾക്ക് ശേഷം എത്തുന്ന കുട്ടികൾക്ക് പൊതുവിദ്യാലയം അത്ര പുതുമയായി തോന്നിയില്ലെങ്കിലും അക്ഷരമുറ്റങ്ങളിലെ ആർഭാടങ്ങളിൽ അവരും ഏറെ സന്തോഷവാന്മാരായി. മലയോരത്ത് പെരിങ്ങോംവേഗര പഞ്ചായത്തിലെ ഞെക്കിളി LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന് ഹെഡ്മിസ്ട്രസ് TP മല്ലിക സ്വാഗതം പറഞ്ഞു. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഞെക്കിളി വാർഡ് മെമ്പർ ശ്രീമതി സക്കീര ടീച്ചർ അവർകളാണ്. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിജിത്ത് NT ആണ്. ഷിജിത്തിനെയും സ്വാഗതം ചെയ്യുന്നു. പ്രഥം PC, 9ാം വാർഡ് മെമ്പർ 6ാം വാർഡ് മെമ്പർ ശ്രീമതി റസിയ ബീവി, പിന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രമുഖ വ്യക്തികൾ, നമ്മുടെ മുൻ മാനേജറായ ശ്രീ NS കോലോസ്, ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ഞുമായിട്ട് ഏകദേശം ഇരിക്കുകയാണ്. നാട്ടുകാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും PTA-യുടെയും അകമഴിഞ്ഞ സഹകരണത്തോടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ സ്കൂൾ ഇന്ന് ഇത്രയും നല്ല പദവിയിലെത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം സക്കീന ടീച്ചർ പ്രവേശനോത്സവം കഥ പറഞ്ഞാണ് ഉദ്ഘാടനം ചെയ്തത്. ഓർമ്മകൾക്ക് വേണ്ടി നമ്മളെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അതിൽ ചിലര് കൊച്ചു പിണക്കങ്ങൾ കാണുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാവരും. അപ്പൊ അതൊക്കെ മറന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉല്ലസിക്കാം അല്ലെ. സ്കൂളിൽ നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ നമ്മൾ നോക്കാൻ വേണ്ടി ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്. അവിടെ കൂടെ നമുക്ക് സന്തോഷത്തോടെ ആടിപ്പാടാം അല്ലെ. അതുപോലെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വലിയൊരു സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കൊച്ചു കഥയാണ്, ഒരു കൊച്ചു ചിത്രശലഭത്തിന്റെ കഥ. ഒരിടത്തൊരിടത്തൊരു ചിന്നു എന്ന് പറഞ്ഞൊരു ചിത്രശലഭം ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയാണ്, നിങ്ങളെ പോലെ തന്നെ അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ടു അമ്മയുടെ കൂടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഒരു ചെറിയ പേടി അല്ലെ. പക്ഷെ അവളും അമ്മയുടെ കീഴില്, ആ ചിറകിന്റെ കീഴില് ഒളിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ഒരു ദിവസം അവളുടെ അമ്മ ശലഭം പറഞ്ഞു, മോളെ നമുക്ക് നീ ആ പൂന്തോട്ടത്തിലേക്ക് നോക്കൂ. അവിടെ അത് നോക്കിയ കുറെ ചിത്രശലഭങ്ങൾ നോക്കിയ കളിക്കുന്നത്. അവര് നോക്കി അവിടെ മധുരമുള്ള കുറെ പൂവുകളുണ്ട്. നീയും അവിടെ പോയി കളിക്ക്, പറന്നു പോവാം. അപ്പം നമ്മുടെ ചിത്രശലഭം ചിന്നു എന്താ പറഞ്ഞത്, അമ്മ എനിക്ക് പേടിയാവുന്നു, ഞാൻ പറന്നാലും വീണു പോയാലോ. അപ്പോ ആ അമ്മ പറഞ്ഞു, നല്ല ധൈര്യം കൊടുത്തിട്ട് പറഞ്ഞു, വാ നമുക്ക് പുറത്തേക്ക് പോവാം. അങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഇവള് പറന്നു വരാൻ ശ്രമിച്ചു. അപ്പോൾ എന്താ അത്ഭുതം, അവള് വീണില്ല അല്ലെ. അവളങ്ങനെ വായുവിലൂടെ ഉയർന്നു പറന്ന് അവിടെയുള്ള പൂക്കളിൽ നിന്ന് മധു നുകർന്നു. അതുപോലെ കുറെ കൂട്ടുകാരെന്ത് ചെയ്തു, അവളുടെ അടുത്തേക്ക് ചിത്രശലഭങ്ങളെ കൂട്ടുകൂടാൻ വന്നു. അവരോട് കൂട്ടുകൂടി വൈകുന്നേരം വരെ ആടിപ്പാടി കളിച്ചു.
അങ്ങനെ അവൾക്ക് സന്തോഷമായി. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വീണില്ല, എനിക്ക് ഇപ്പോൾ എന്താണ് സന്തോഷമാണ്, കുറെ കൂട്ടുകാരെ കിട്ടി അല്ലെ. അതുപോലെയാണ് നമ്മുടെ ഈ സ്കൂളും. PTA പ്രസിഡന്റ് ND ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സവിത മോഹൻ, പ്രഫുൽ PC, അജിത പ്രമോദ്, PV മുഹമ്മദ് കുഞ്ഞി, VV റസിയ എന്നിവരും സ്കൂൾ മാനേജർ P തമ്പാൻ കക്കറ, മുല്ലപ്പള്ളി മുഹമ്മദ്, PC ഉസ്മാൻ, NS പൗലോസ്, TP മുസ്തഫ തുടങ്ങിയവരും ആശംസാ പ്രസംഗം നടത്തി. 2 മാസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്കൂളുകൾ സജീവമാവുകയാണ്. അതിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി നമ്മൾ ഞെക്കിളി ALP സ്കൂൾ അതിന്റെ ഭാഗമാക്കാവുകയാണ്. അതോടൊപ്പം നമുക്കറിയാം LSSൽ ഉജ്ജ്വല വിജയം കരസ്ഥമായിക്കൊണ്ട് ഞെക്കിളി ALP സ്കൂൾ പരിസരത്ത് ശ്രദ്ധേയമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടി ശ്രമകരമായ പ്രവർത്തനം നിർവഹിച്ച പ്രിയപ്പെട്ട അധ്യാപികമാർ, കേരളത്തിൽ അരമണിക്കൂർ മുമ്പായി നമ്മുടെ പ്രവേശനോത്സവം വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റായിട്ടും വലിയ ടീച്ചറോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എൻ്റെ 2 മക്കളും ഈ സ്കൂളിൽ പഠിച്ചതാണ്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവരെത്തിയിട്ടുണ്ട്. എന്തായാലും അഭിമാന നിമിഷമാണ് ഈ ഒരു അവസരം എനിക്ക് തന്നതിന് നന്ദി. എന്നെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സ്കൂളൊന്നും ആയിരുന്നില്ല, താഴത്തെ സ്കൂളായിരുന്നു. നമ്മുടെ ടീച്ചറായിരുന്നു. അപ്പോൾ അത് താഴെ ഇപ്പോൾ നമ്മൾ കാണുന്ന KG പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ ക്ലാസ് അറിയുന്നത്. പിന്നീട് വ്യക്തിഗത മാറുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ സ്കൂളിൽ ഓരോ വളർച്ചയും നമ്മളിങ്ങനെ കണ്ടുവരികയാണ്. കഴിഞ്ഞ ടീച്ചർ പോലെ കഴിഞ്ഞ 2 വർഷക്കാലത്തിൽ 5 വർഷക്കാലത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നല്ലവരായ കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളായ കലവറയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടീച്ചർമാർ പലയിടങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. ഒരുപാട് സമ്മാന പൊതികൾ കുറിച്ചിട്ടുണ്ട്. ആ സമ്മാന പൊതികളെല്ലാം തിരികെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയുള്ള സഹായവും നമ്മുടെ അധ്യാപകർ നൽകും. പറയുന്നില്ല, കാരണം നമ്മൾ പഴയ 15 വർഷം മുതൽ സ്കൂളും ഇന്നത്തെ സംവിധാനത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്നതും എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല പ്രവർത്തനം, എല്ലാവരുടെ ഭാഗത്തും, രക്ഷിതാക്കളുടെ ഭാഗത്തും നാട്ടുകാരുടെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും നല്ലൊരു പ്രവർത്തനം ഉണ്ടാകുന്നതാണ് നമുക്ക് ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രവേശനോത്സവം സംസ്ഥാന സ്കൂളിന്റെ ഭാവിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും UP സ്കൂളാക്കുവാൻ നിങ്ങളെല്ലാവരും പരമാവധി സഹായിച്ച് സഹകരിച്ച് ഈ നമ്മുടെ ഞെക്കിളി പ്രദേശത്തിന്റെ അഭിമാനം നിലനിർത്താൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറയാം. ബാക്കിയുള്ള കുട്ടികളിൽ ഒരു മാർക്കിലൊക്കെയാണ് പിന്തള്ളപ്പെട്ടു പോയത്. എങ്കിലും നമ്മുടെ നാടിൻ്റെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാം അഭിമാനം കാത്തു സൂക്ഷിച്ച അഭിമാന താരങ്ങളായി 8 പേർക്ക് ഇപ്പോൾ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ സലാം നന്ദി പറഞ്ഞു. സ്കൂളിൽ നിന്നും LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. മലബാർ ഗോൾഡിൻ്റെ വകയായി വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം TV സാജേഷ് പ്രധാനാധ്യാപികയ്ക്ക് കൈമാറി. പഞ്ചായത്ത് അംഗം സക്കീന ടീച്ചറും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം ടീച്ചർക്ക് കൈമാറി. തുടർന്ന് പായസദാനവും നടന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.